ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാരി സെൽവരാജ് രചനയും സംവിധാനവും ചെയ്ത വാഴ മൂവി കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഡ്രാമ. ഈ പടം തന്നെ ഗണത്തിൽപ്പെട്ട പടം തന്നെയാണിത്. ഓൾറെഡി ആള് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഇതൊരു ഇന്ത്യൻ തമിഴ് ഭാഷാ നാടക ചിത്രമാണ്. ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയും കൂടി ആട്ടാ. ഉണ്ടായ സംഭവം കൊണ്ട് കുറേ ഇൻസിഡൻസ് ഒക്കെ കണക്റ്റഡ് ആണ്. ഒരു അപകടം നടക്കുന്നുണ്ട്, ഉണ്ടായ സംഭവമാണ്. അതുപോലെ മാരി സെൽവരാജിന്റെ ലൈഫിലും ഒരു വാഴക്കോട്ടത്തിൽ പണിയെടുത്തിരുന്നൊരു വലിയൊരു സംഭവം ഈ പടത്തിന്റെ പിന്നിലുണ്ട്. ഇതിലെ പെർഫോമൻസുകൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. 2 പിള്ളേർ റോൾ ചെയ്തിട്ടുണ്ട്. ഒയ്യോ പറയാ, അഭിനയം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, എക്സ്പ്രഷൻസ് വേറെ ലെവൽ. ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം അടുത്ത കാലത്ത് കുട്ടികളുടെ ഭാഗത്ത് കണ്ടിട്ട്. 2 പിള്ളേർ, പേര് നോക്കിയപ്പോ മീഷോയില് കിട്ടിയില്ല. 2-3 പേര് കിടക്കുന്നുണ്ട്. നവാഗതരായ പൊൻവേൽ രഘുവാർ എന്നാണ് തോന്നുന്നു എനിക്ക്. പിന്നെ കലൈരേഷൻ എന്നാണ് ഇതില് മെയിൻ ക്യാരക്ടർ വേറൊരു ചെയ്യുന്നത്. നമുക്കറിയാം 2018 എന്ന പടത്തില് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയായിട്ട് വരുന്ന ആ ചേട്ടൻ, അതാണ് ഒരു മെയിൻ ക്യാരക്ടർ. ആൾ കിഡ് പെർഫോമൻസ് ആട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ നിഖില വിമൽ നല്ല കഴിവുള്ള ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആൾക്കാർ കിട്ടുന്ന ക്യാരക്ടറൊക്കെ ഒരേപോലത്തെ ശൈലി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിലാള് തമിഴ് സംസാരിക്കുന്നത്, ടീച്ചർ റോളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഫീൽ സാധനങ്ങളുണ്ട്. പിന്നെ ആളുടെ ചിരിക്കൊരു പ്രത്യേക ഭംഗി. കുറെ സീനുകളിൽ ആ ചിരി വരുന്നുണ്ട്. ആള് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് മെയിനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ജെ സതീഷ് കുമാർ, ദിവ്യ ദുരൈസ്വാമി, ജാനകി, പ്രിയങ്ക, നിവേദ എന്നിങ്ങനെ കുറെ താരനിരയുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന പടമാണ്. പടം തുടങ്ങിയ സമയത്തിന് ഒരു പെട്ടി കാണിക്കുന്നുണ്ട്. ഇന്നലെ നായകൻ 2 പിള്ളേർ റോള് പറഞ്ഞില്ല, ഒരു അപ്പേരെ പെട്ടിയിൽ കുറെ പുസ്തകങ്ങള്, ഒരു CPM-ന്റെ ഒരു കാർഡുകള്, ഒരു പോസ്റ്ററൊക്കെ ആയിട്ടൊരു പെട്ടിയാണ്. അപ്പ മരിച്ചതിന് ശേഷം ആ പെട്ടി ആ രീതിയിലാണ് അവൻ കൊണ്ടു നടക്കുന്നത്. ആ ഒരു ഫീല് കാണിക്കുന്നുണ്ട്. പിന്നെ ആളൊരു കട്ട ആ ഭാഗങ്ങൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു കട്ട സഖാവാണ് ആള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മാരി സെൽവരാജ് പറയുന്ന കഥ പറയുന്ന പടങ്ങളിലൊക്കെ അതിൽ ഭയങ്കര രീതിയിൽ മുതലാളിത്തം, രാഷ്ട്രീയം, ജാതി, ഭക്ഷണം, അതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പറയുന്ന പടങ്ങളാണ് തമിഴ്നാട്ടിൽ. ഈ പടം കുറച്ച് ജനറേഷൻ ഗ്യാപ്പുള്ള പടമാണ്. ഒരു 2000-ന് മുമ്പുള്ള കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 80കളിൽ നടക്കുന്നൊരു കഥയായിരിക്കണത്. കാരണം ആ സമയത്താണ് ഈ പടം നടക്കുന്നത്. ഇപ്പോൾ ആളൊരു മാരി സെൽവരാജിന്റെ കുട്ടിക്കാരെന്നൊക്കെ പറഞ്ഞ ആ സമയമാവല്ലോ. അപ്പൊ ആ ഒരു സമയത്താണ് ഈ പടം നടക്കുന്നത്. ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ സീൻ തന്നെ നമുക്ക് ഭയങ്കര ഫീല് തരും. പിന്നെ ഈ പടത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മള് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പശുവുണ്ട് വീട്ടില്, പശു അവിടെയൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് പശുവിനെയും കൊണ്ടുപോയിട്ട് നമ്മളോട് കളിക്കാൻ നിൽക്കുന്നുണ്ട്. പശുവിനെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. പല ദിവസങ്ങളും പശു കെട്ടഴിഞ്ഞ് പോയിട്ട് കുറെ അന്വേഷിച്ചിട്ട് അപ്പുറത്ത് റെയിലിന്റെ അപ്പുറത്തൊക്കെ നമുക്ക് കിട്ടുക. എന്നെക്കാളും കൂടുതൽ സ്ഥിരം അനുഭവം ഉണ്ടാകുന്ന 1-2 ആളുകളുണ്ട്. ലിജോ എന്നൊക്കെ പറയും, ജോസിനൊക്കെ സ്ഥിരം. എന്നിട്ട് അപ്പന്റെ അമ്മേരും തെറി കാര്യങ്ങളൊക്കെ കേൾക്കണം. എന്നിട്ട് വീട്ടില് ഒരു പശുവുണ്ട്. ഈ പശുവിനെ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് അറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഫീലാണ്. അമ്മ അറിയുന്നു, അപ്പൊ അമ്മയ്ക്കുള്ള ഫീൽ എനിക്ക് എന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുട്ടിക്കാലത്തിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. നമ്മളൊക്കെ ലൈഫിൽ ടച്ച് ചെയ്തുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതുപോലെ ടീച്ചർ, നമുക്കറിയാം ഒരു ടീച്ചർ നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. ആ ടീച്ചർ റോൾ നിഖിലാണ്. ആ ഒരു ഡിഗ്രി വരുന്ന നമ്മൾ കുറെ സീനുകളൊക്കെ ഉണ്ട്. ടീച്ചറോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട ടീച്ചർ ഉണ്ടായിരിക്കും. ആ ഇഷ്ടത്തിൽ നമുക്ക് വേറെ വാക്കുകളൊന്നുമില്ല. ഒരു പ്രത്യേകത ഇഷ്ടമാണ് അത്. എനിക്കിങ്ങനെ 2-3 ടീച്ചർമാരോട് തോന്നിയിട്ടുണ്ട്. എന്നൊക്കെ 2ൽ പഠിപ്പിച്ച ലില്ലി ടീച്ചറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറാണ്. ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തോടെ പറയാം, 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കും. ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട മാഷന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ ഇതിൽ പട്ടിണി, ഭക്ഷണം കഴിക്കാൻ കൂലി, തൊഴിൽ മുതലാളിത്തം കാണിക്കുന്ന രീതിയുണ്ട്. ഈ വാഴത്തോട്ടത്തില് വാഴ വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കണ ഒരു പണി. ഒരു ഗ്രാമത്തിലെല്ലാവരും അതിന് വേണ്ടി വണ്ടി കൊണ്ടുപോകും. അപ്പം അവർ ബാർഗിങ് ആയിട്ട് 2 രൂപ വാങ്ങിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പ്രതികരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫുഡിന്റെ ഒരു വാല്യൂ കാണിക്കുന്ന 2 സീനുകളുണ്ട്. പിന്നെ ഇവന്റെ കുട്ടിയുടെ അമ്മയെ റോൾ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര ടച്ചിങ് ക്യാരക്ടറാണ്. ഫീലിംഗ് കറച്ചിലൊരു സാധനങ്ങളുണ്ട്. ക്ലൈമാക്സിലൊരു സീനുണ്ട്, ഒരു അപകടം നടന്നിട്ട് 19 പേര് മരിക്കുകയാണ്. ഉണ്ടായ സംഭവമാണ്. അതിലുള്ള ഓരോ സീനുകളുണ്ട്. ഇവരൊക്കെ മാക്സിമം ഒരു പൊട്ടിക്കറിയൂലോ. ഇവർക്ക് തമിഴ്നാട്ടിൽ പ്രത്യേകം വെച്ചാൽ ഇവർക്ക് സന്തോഷം സങ്കടം ഒരു മാക്സിമത്തിൽ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു സീൻ കാണിക്കുന്നത് ശരിക്കും കണ്ണിന്ന് വെള്ളം വരുന്ന സീനാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പടമാണ്. തമിഴ്നാട്ടിലൊരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ.
ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മുതലാളിത്തം, കൂലി, ഭക്ഷണം, പട്ടിണി, അവരുടേതായ കാര്യങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത പ്രശ്നം, ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കാലഘട്ടമൊക്കെ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ 2 രൂപ വാങ്ങിക്കുന്നൊക്കെ അതിനായിട്ട് പോരാടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അതിനുള്ള സീനുകളൊക്കെ ഉണ്ട്. ഒരാളെ പോലും മാറ്റി നിർത്താനില്ല. 2 കുട്ടികളുടെ ക്യാരക്ടർ, പിന്നെ കനയുടെ ക്യാരക്ടർ, നിഖില വിമലിന്റെ ക്യാരക്ടർ, പിന്നെ എന്റെ തങ്കച്ചിയായിട്ട് ചെയ്ത കൂട്ടം അമ്മയുടെ എല്ലാവരും എന്ത് കാസ്റ്റിംഗ് എന്ന് പറയാന്നറിയും. ഇവരും ഞാൻ പല പടങ്ങൾ പടങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിഗംഭീര സിനിമ, ടച്ചിങ് മൂവി, ഹാർട്ട് ബ്രോക്കൺ, അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ക്യാമറയ്ക്ക് കുറെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഒരു കോഴിയും കുട്ടി ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് പോകുന്ന നടക്കുന്ന സീനുണ്ട്. അവർ തേരട്ട ഒരാളെ കാലുമീ കൂടെ ഇങ്ങനെ കയറി പോകുന്ന സീനുകളുണ്ട്. ഒരു വാഴത്തോട്ടൊക്കെ കാണിക്കുന്ന സീനൊക്കെ ഭയങ്കര രസമാണ്. ക്യാമറ, BGM ഒക്കെ രസമായിട്ടുണ്ട് പടത്തിൽ. ടെക്നിക്കലി എല്ലാം ക്യാമറ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പെർഫോമൻസുകൾ അതിഗംഭീരം. പിന്നെ 2012 ചേട്ടൻ ഒന്നും ആലോചിക്കാണ്ട് പോയി കാണുക. പടം കുറച്ച് സ്ലോ ബേസ്ഡ് ആണ്. പിന്നെ അത്യാവശ്യം സ്കൂൾ ലൈഫിലുള്ള കുറച്ച് സംഭവങ്ങൾ, കുറച്ചധികം സ്കൂൾ ലൈഫ് കാണിക്കുന്നുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ പലർക്കും ടച്ച് ആവും. നമ്മളൊക്കെ ഫേസ് ചെയ്ത് വന്ന് സ്കൂളിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടാനുള്ള സംഭവമുണ്ട്. ഒരു പക്ക ക്ലാസ് മൂവി. ഒരിക്കലും ഒരു മാസവും മറ്റൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമുക്കറിയാലോ ആളുടെ പടം എങ്ങനെയാവും, നമുക്ക് അറിയാലോ. അപ്പം അത് മാരിസെൽവരാജിന്റെ പടം കാണാൻ പോകുന്ന എല്ലാവർക്കും അറിയാം ആളെ ഏത് ടൈപ്പ് ഓഫ് പടം ചെയ്യാന്ന്. അപ്പോൾ ആളുടെ പടം ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക. മറ്റുള്ള ടാസ്റ്റിങ് അങ്ങനത്തെ ക്ലാസ് മൂവി, പക്ക ക്ലാസ് എന്നാ യാതൊരു ബോറടിയില്ല. 2 മണിക്കൂർ 15 മിനിറ്റ് പടം ഉണ്ട്, യാതൊരു ബോറടിയില്ല. നിങ്ങൾ പോയി കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സത്യം പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് കരഞ്ഞു ഞാൻ.